അതൊക്കെ പോട്ടെ, ഇന്ന് ബാങ്കിൽ ചെന്നാൽ ലോണിന്റെ ആദ്യ ഗഡു തരാമെന്ന് കൈമൾ സാറ് പറഞ്ഞതല്ലേ? ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലോ? വണ്ടി കാണുന്ന പറഞ്ഞ എന്ത് ചെയ്യും? വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത്? സാറിന് കാണണോന്ന് പറഞ്ഞ്. ഓ അത് സാരമില്ല. ഇന്നലെ എന്റെ ഭാര്യ കണ്ടു. എപ്പോ, എവിടെ വെച്ച്? എന്റെ വീട്ടിൽ വെച്ച്, TV ഇന്റർവ്യൂല്. ഭാഗ്യം. അവളെ അറിയോ? എവളെ? എന്റെ ഭാര്യയെ. അവളുടെ പേര് ഭാഗ്യം എന്നാണ്. ഓ ഭാഗ്യം. ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട്. വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം. ഒരു കൊട്ട ആപ്പിളും പരിപ്പോടെ ഒക്കെ അങ്ങോട്ട് വരാം. ആ പിന്നെ ഓ, നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് GM വിളിച്ചിരുന്നു. ഇന്റർവ്യൂല് ബാങ്കിന്റെ പേരെടുത്ത് പറഞ്ഞത് പുള്ളിക്കാരൻ വലിയ സന്തോഷായി. അല്ല, ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ ഇപ്പൊ? വണ്ടിയുടെ ആൾട്രേഷൻ പണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുകൊണ്ട് RC ബുക്ക് എടുത്തിട്ടില്ല. ഓഹോ, വണ്ടിയുടെ പണിയെന്ന് കഴിയും? എപ്പോഴേ കഴിഞ്ഞു? കൂടിപ്പോയാ 3 ദിവസം. പണി കഴിഞ്ഞാൽ ഉടനെ വണ്ടി എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. അപ്പൊ RC ബുക്ക് കൊണ്ടുവരണം. അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു 40% തരും. ഹലോ സുധാര, മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിലുള്ള ആദ്യ ഗഡു ഒരു 20,000 റുപ്പീസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ? ആ ചെല്ലു, സുധാരണ കണ്ടാ മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോറി. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ, നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാ? ഇടിയടാ. ഞങ്ങള് ബുക്കും പേപ്പറും ആയിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരോടാ? അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പറും ആയിട്ട് വന്നാണ് സാർ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ? എല്ലാം റെഡിയായിന്ന് വെച്ച് തോന്നിവസനാണ് പാവം. ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഒക്കെ ഇന്നത്തുണ്ട് സാർ. AC കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറ. ഓ ശരി സാർ. നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി ഇവനറിയാ? ഇവനറിയാ? അച്ഛാ. ആഹാ. എന്താ? ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? വ്യക്തമായിട്ടവർക്ക് മനസ്സിലാവണം. ഒന്ന് വിളിച്ചേ സാർ. ഒന്ന് അങ്ങോട്ട് നീങ്ങുന്നേ. അനിയനെ ഇങ്ങോട്ട് കേറിയുന്നേ. അല്ല, ഒന്ന് ഇടിച്ചിട്ട് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഞാൻ ഇടിച്ചോളാം, നീ ചോദിച്ചാ മതി വ്യക്തമായിട്ട്. ശരി. ബനാനെ? ബനാന അല്ല, ഹിന്ദിയില്. എന്താടാ ഇവൻ പറഞ്ഞ? കുറച്ച് കറുത്ത നിറമുള്ള ആള് ചെയ്തു. കർത്തവനാ? അയാളുടെ പയറുമണി പോയിന്ന്. പയറുമണിയാണ് നിന്റെ അച്ഛനെ പറിച്ചെടുക്കും. എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ? സാറിന്റെ അച്ഛനെ വിളിച്ചതാ. കൃഷ്ണേട്ടൻ കടടച്ചു പോയി എന്നാ തോന്നണത്. എന്താടാ ചങ്ങലയുടെ ശബ്ദം കേക്കണേ? വണ്ടിന്റെ എന്തെങ്കിലും ഇളകി വീണായിരിക്കും. നിന്റെ കരുനാക്ക് ഉളച്ചൊന്നും പറയാതിരിക്കോ? നീ ആ ലൈറ്റ് വന്നിട്ട്. അയ്യോ, നിന്റെ കട്ടിൽ ആരാ കിടക്കണ? ഇതെവിടെ തോന്നു കയറി? കണ്ടിട്ട് ഒരു കാബൂളി സ്റ്റൈൽ ഉണ്ട്. അപ്പൊ സംശയിക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ കണ്ട ഗ്യാങ്ങിപ്പെട്ട സാധനമായിരിക്കും. അല്ല, ഈ ബാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കണത്. കിടക്കാൻ വേറെ ഒരു ഇടവും കണ്ടില്ല. ഇന്നാള് കഴുകി വൃത്തിയാക്കിട്ട ഷീറ്റ് അത്. നീ ഒന്ന് പിടിച്ചേ. അയ്യേ, ഈ വൃത്തിയായിട്ട് സാധനത്തിൽ പിടിക്കാൻ എന്നെ കിട്ടുന്നു. അതിനല്ല, പുറത്തുകൊണ്ട് വെക്കാനാണ്. നീ എന്തേ കാണിക്കുന്നേ? ഞാൻ പുറത്തേക്ക് കിടക്കണേ. അത് ശരി, ഞാൻ വിരിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും. അത് പള്ളി പറഞ്ഞ മതി. ഓണായി ഓണായി. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇത് ഏത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. പണ്ടാറടങ്ങാനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാ. സാരേ ജഹാംസെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര. ഈ വണ്ടി ഞങ്ങളുടെയാണ്, ഞങ്ങളുടെയാണ്. നിർത്തടാ. വാട്ട്സ് യുവർ നെയിം? ഓ, നാം പേർ പേർ. അമ്മോ, ഇത്രയും വലിയ പേരാ? പേര് തന്നെയാണോ പറഞ്ഞതെന്ന് ആർക്കറിയാം? പാറ്റ. പാറ്റ? പാറ്റക്കാണ് കുർസി എന്ന് പറഞ്ഞേ? കുർസി 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 സുന്ദരൻ. തെറ്റിദ്ധരിക്കണ്ട, പേരില് മാത്രമേ ഉള്ളൂ. ഉണ്ണി. ആ വണ്ടിക്ക് ധാരാളം കൂട്ടുണ്ട് ഇപ്പൊ. വെറുതെ ലൂട്ടാ ലൂട്ടാ.
ബസന്തി. ബസന്തി. ഇപ്പൊ എന്റെ ബലമായ സംശയം ഇവള് സംസാരിക്കുന്ന ഗുജറാത്തിയാണോന്നാ. പണ്ട് ജാംനഗറിൽ വെച്ച് ഞാൻ മലയാളം അറിയില്ല, നീ പറ. പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരൻ എന്നോട് ഒരു വാക്ക് പറയണ്ടായി. എന്താ? ഓ മൈ ഗോഡ്. ആ കിട്ടി. ആ കോനാര ബബ്ലുജി. ആ അവക്ക് മനസ്സിലാവുന്നുണ്ട്. കോനാര ബബ്ലുജി. എടാ അതൊക്കെ അറിയായിരുന്നടാ. എടി രാവിലെ മുതൽ നാട്ടുകാരടി, പോലീസുകാരടി, ഇപ്പൊ നിന്റെ അടി. ഞാനും നടിച്ചണ്ട്. നിന്നോടൊന്നും നാക്കോട്ട് സംസാരിക്കാൻ പാടില്ല. വാടി ഇവിടെ. ഈ ഭാഗം കൊണ്ടോ നിന്നെ ഇനി പരിസരത്ത് കണ്ടുപോരുത്. പരിസരത്ത് കണ്ടുപോരുത്. എന്റെ സ്വഭാവം മഹാപെശക. മഹാപെശക. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. ആരാന്ന് നിനക്കറിയില്ല. നിനക്കും അറിയില്ല. ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം. നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ? ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ. എല്ലാം ഭംഗിയാക്കി തരണേ. സുന്ദര, ഞാനൊരു നല്ല കാര്യത്തിന് അറിഞ്ഞ ശകുനം നിക്കണ്ട. നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ. ആ വണ്ടിയുടെ അടിയിലോട്ട് കേറി നിന്നോളൂ. ഇപ്പൊ മനസ്സില്ല. അങ്ങനെ പറയരുത് സുന്ദര. നിന്നെ കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ കാളച്ചന്തയ്ക്ക് പോയപ്പോഴല്ലേ പോത്തു കുത്തിച്ചത്തത്. അതൊരിക്കലല്ലേ പറ്റുള്ളൂ. ഇനി ഇവനങ്ങനെ നേരെ കയറി വരുമോ? എന്താ ചെയ്യാ? പണ്ടാരടങ്ങാനായിട്ട് ഇനി എന്നെയും കണ്ടുപോയിട്ട് പോത്ത് കുത്തിച്ചാവണ്ട. ആ. അയ്യോ ബാഗ് എടുത്തില്ല. ബാഗ് അവിടെ. ആ ബാഗ്. എടാ ഉണ്ണി, അവളുടെ ആങ്ങളായിട്ട് വന്നേക്കണ്. ഞാനടാ ഉണ്ണി. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. മിണ്ടരടാ, ഞാനടാ ഉണ്ണി. യോ ഇതെന്ത് പറ്റി? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ല ഗ്രീസർ വെക്കരുതെന്ന്. നിന്റെ ഈ പണ്ടാർക്കല്ലേ എപ്പോഴാണ് അതിനകത്ത് കയറിയത്? ഇതിന് ഇന്നലെ ഇറക്കി വിട്ടതല്ലേ. അതിലെ ചോദിച്ചാ എപ്പോഴാ കയറിയെന്ന്. വേഗം പിടിച്ചിറക്കി വിട്ടേനെ. അത് നിനക്കും ആവാം. ഞാൻ ഇത്തരം വൃത്തിയായിട്ട് കേസുകളായിട്ട് ഡീൽ ചെയ്യാറില്ല. എന്നാ ഇപ്പൊ മാച്ചാണല്ലോ. ഇപ്പൊ നീ മാച്ചായല്ല. പിടിച്ചിറക്കി വിട്ടെ. ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിന് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിലോ പറഞ്ഞങ്ങടെ ഇറക്കി വിട്ടേക്കണം. പറഞ്ഞിറക്കി വിട്ടേക്കണോ? മുടിഞ്ഞ പലിശയാ 115. ബ്ലൈഡല്ല, വെട്ടുകത്തിന്ന് പറഞ്ഞാലേ കൃത്യാവൂ. എന്ത് ചെയ്യാനാ കൃഷ്ണേട്ടാ? വണ്ടിയുടെ പണി തീർത്ത് കൈമൾ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? പണിയിക്കാൻ തന്ന കാശെടുത്തല്ലേ വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറൊരു വഴിയിട്ട് തെളിഞ്ഞ് കാണുന്നുമില്ല. വാസു പിരിവിനിറങ്ങും മുമ്പ് അങ്ങ് എത്തണം. ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം. പള്ളിയിറക്കം കഴിഞ്ഞാ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയിറങ്ങിക്കോ. പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. വേഗം സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും. പിടിച്ചാ കിട്ടൂല. ബുക്കാറോ ട്രെയിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ല വീട്. കൈവച്ച് ബുക്കാറോ എന്ന് പറഞ്ഞ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. ചിന്നക്കുട്ടി വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച് എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയെ ഇഡലി ഗർഭ, ദോശ ഗർഭ, ബടാ ഗർഭ. ഇഡലി ദോശ വട ഗർഭ. അമ്മേ ശ്വാസം നേരെ വീണ്. വിശക്കുന്നുണ്ടല്ലേ? ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ ഇല്ല. ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. ദുഷ്ടൻ അവൻ എനിക്ക് പൈസ തന്നില്ല. പൈസ ഭാഗ്യം. പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. ദൈവമേ, എത്ര കാലമായി 50-ന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം. അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ. എന്ത് പോയ കാര്യം എന്തായിരുന്നു? RC ബുക്ക് കൊടുത്താ പൈസ തരാന്ന്. അതങ്ങോട്ട് കൊടുത്തേക്കായിരുന്നില്ലേ? അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലക്കെടുത്ത് വെക്കാനാ? രാവിലെ അലവലാതി പെണ്ണ കട കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളൂ. അമ്മേ ഇവിടെ
നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ദേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്തു തന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാരം കേട്ടോ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്? ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണമെന്ന്. നീ ഒരു 10 രൂപ കണ്ടെന്ന് കിട്ടണ ബസ്സിൽ കയറ്റി വിട്ടോളാം. എന്റെ 5 പൈസയില്ലേ? ഇതേ കള്ളം പറയരുത്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. നീ എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ. ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. വേണ്ട. എടാ എന്റെ 5 പൈസ ഇല്ല. എടാ ഞാൻ എനിക്ക് പൈസ- വിശ്വാസമായി. എന്റെ അമ്മോ, ഈശ്വരാ, വീരപ്പൻ കുറുപ്പ്. ഇങ്ങോട്ടാ അങ്ങോട്ടും അല്ല. സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താടാ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ അതിങ്ങനെ ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഉണ്ണിയുണ്ട്. ആ 2 ഉണ്ണിയപ്പോ ഒരു ചായ എടുക്ക്. അതിനും വേണ്ടേ? ആ അവിടെ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി അവിടെ ഉള്ളൂ. ഒരു ആരടാ അവള്? ആരടാ അവളൊന്ന്? ഓഹോ, കച്ചവടം തുറക്കുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുടങ്ങിയല്ലടാ. സാറേ അത് ഇവന്റെ പെങ്ങളാ. ശ്ശേ, രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. ഇവൻ പറയുന്നത് ശരിയാണോടി വെച്ചേ? ബാസന്തി ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി. പിന്നെ ഞാനും. ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോന്ന്? बड़ा लुटाले साडे अंदरी बागरा माती बनानी बीकुरानी अंजने बंजरा. അച്ഛ അച്ഛ, എന്താടാ അവള് പറഞ്ഞത്? സത്യത്തിൽ ഈ കുട്ടി ഭ്രാന്തിയാണ് സാർ. കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണത്തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റുക? ഓ മൈ ഗോഡ്, കരയാതിരിക്ക്. നിനക്ക് ഞാനില്ല, വിഷമിക്കല്ലേ നീ. സുന്ദര വിഷമിച്ചിട്ടല്ല സാറ് ഷൂസ് ഇട്ട് ചവിട്ടികൾ എന്റെ കാലല്ല. എത്ര വയസ്സായി? കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്, പെങ്ങടാ. കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറുമില്ല. ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ പറ്റേ. നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയി. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ പെൺവാണിപ്പാണോന്ന്? ഇനി അതും കൂടി മതി, ബാക്കി എല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ? എവിടെ നടാ 50 രൂപ? ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്ത്. എടാ നീയല്ലേ എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്തത് നിന്റെ 5 പൈസ ഇല്ലെന്ന്? 5 പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞേ? ഇത് 50 രൂപയാ. അവളെ കൊണ്ടേ കളയടാ. പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 ആക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ. ബസ്സിൽ കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയുന്നതിന് എന്തിനാ 100 രൂപ? ബസ്സില പെങ്ങാമരം കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഒട്ടനെ പോവുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്? എടാ ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. 50 രൂപ ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടോറിക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞേ. അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു വരും? സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. എടാ പാണ്ടിലോറി ഇടിച്ചു ചത്താലും ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. നീ അവളുടെ പാട്ടൊക്കെ എടുത്തോണ്ട് പോയേ. പോവാനുള്ള ഉദ്ദേശം ഉണ്ടോ? दुष्टन ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ലട്ടാ. ഇങ്ങോട്ട് വാ ചവ. എന്റെ കൈ അത് ശവത്തിന്റെ കൈ മാറിപ്പോയി. ഇങ്ങോട്ട് വാ. വൃത്തിയായിട്ടത് കുളിക്കാണ്ടടക്ക. ഇനി അവനാണോ? നീയെപ്പെത്തി? ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചുതരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ ഇറച്ചി? അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല. അമ്മോ, നീ വല്ലതും കഴിച്ചാ? ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ?
അപ്പൊ പിന്നെ ഇതും വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ മുക്കാൽ ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ. ഈ കുപ്പിയും കൊണ്ട് പോകും പിശാചി. ഗുഡ് മോർണിംഗ് സാർ. എന്താടാ ഇത് പരിഗണന? പോയി. എന്താടാ ഇത്? അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. മൂത്രത്തി കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ഇത് ചില്ലി? ഒരു കുപ്പി പൊട്ടിയതാ സാറേ. കുപ്പിയാ? അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിന് തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. കുരുമുളകാ? അല്ല, ഉപ്പിന്റെ അസുഖമുണ്ടേ. അതെ, ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? പെങ്ങളാ? ആ, നിന്റെ സിസ്റ്റർ. അവള് അവള് ഉറങ്ങിയ ആശുപത്രിയല്ല. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. ജാഥ? അല്ല, ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ, പെങ്ങള് ഇവനാ. എടാ തെണ്ടി, തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലടാ ഇവിടെ ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവളെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. ഈ ചായ ബാജി വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ഇനി ഈ സ്റ്റെപ്പ് വിട്ടോളൂ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ഞാൻ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ. സാറിന് വേറെ ജോലിയില്ലേ? എന്തേ അല്ല പറഞ്ഞ? അല്ല, ഞങ്ങള് വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ പേരിച്ച് എന്നെ എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും. നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയല്ലടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വേറെ 10 രൂപയുള്ളൂ. എടുക്കണേ 90 രൂപ. $8 രൂപ, ബാക്കി 92 രൂപ ഞാൻ തിന്നു. കൊല്ലും ഞാനിന്ന് അവളെ. എടാ വേണ്ടടാ, കൊറേ ദിവസമായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്. ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാ? ഓ അമ്മേ, അമൃതാഞ്ജനുണ്ട്, വേണ? കയ്യിൽ വെച്ചു, ആവശ്യം വരും. പാവം.